എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിപിക്സ്. വർഷത്തിൽ ഒരിക്കൽ മാത്രം കൊതിയോടെ കാത്തിരുന്ന് കഴിച്ചിരുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ മുളക് ബജിയും അതിൻ്റെ കൂടെ കിട്ടുന്ന നല്ല പുളിയുള്ള ചമ്മന്തിയും. ഞങ്ങളുടെ നാട്ടിൽ ഓച്ചിറ 12 വിളക്കിന് അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ മാത്രം കഴിച്ചിരുന്ന ഒരു ഐറ്റമാണിത്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ ഒരു വർഷം മൊത്തം മനസ്സിലും നാവിലും ഒക്കെ തങ്ങി നിൽക്കും. ഇപ്പോഴും ഓച്ചിറ 12 വിളക്കെന്ന് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഈ മുളക് ബജിയും ചട്നിയാണ്. അപ്പോൾ നല്ല മഴയുള്ള ദിവസം ചൂട് ചായയുടെ കൂടെ ഇത് കഴിക്കാനായിട്ട് അടിപൊളിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ബജി ഉണ്ടാക്കുന്ന മുളക് എടുത്തിട്ടുണ്ട്. ഇത് അധികം എരിയില്ലാത്തൊരു മുളകാണ്. ഈ റെസിപ്പിയിൽ പറയുന്ന അളവിന് നമുക്കൊരു 8-10 ബജി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആദ്യം നമുക്കിതെല്ലാം ഒന്ന് സ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ചിലപ്പോൾ ഇത് നല്ല എരിയുള്ളത് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അകത്തെ കുരുക്കളെല്ലാം മാറ്റിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പം അധികം എരിയില്ലാത്ത വെറൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്ലിറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കുരുക്കളൊക്കെ ഒന്ന് പോയി കിട്ടും. ഒരുപാട് എരിയുള്ളതാണെന്നുണ്ടെങ്കിൽ ആ തണ്ട് സഹിതം നമുക്ക് ഉള്ളിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ നമുക്കൊന്ന് സ്ലിറ്റ് ചെയ്തെടുക്കാം. മൊത്തം അറ്റം വരെ സ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. വളരെ എളുപ്പമാണ്. അതിനായിട്ട് നമുക്ക് 1.5 കപ്പ് കടലമാവ് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 2.5 മുതൽ 2.25 ടീസ്പൂൺ വരെ, ചെറിയ സ്പൂണാണ്, കശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അധികം എരിയില്ലാത്ത മുളക് പൊടിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് ലൂസായിട്ട് മിക്സ് ചെയ്യരുത്. ചെറിയൊരു കട്ടിയുള്ള ബാറ്ററായിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒരു സ്പൂൺ വെച്ച് നമ്മളിങ്ങനെ ഒന്ന് നോക്കുമ്പോൾ സ്പൂണിൽ ഇങ്ങനെ ഒട്ടിയിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലോ സ്പൂണിലോ ഒക്കെ ഇങ്ങനെ ഒരു ഒട്ടിയിരിക്കുന്ന പരുവത്തിന് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ചട്നി ഒന്ന് അരച്ച് മാറ്റി വെക്കാം. അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു സവാളയുള്ളിയുടെ അരഭാഗം എടുത്തിട്ടുണ്ട്. ചെറിയൊരു സവാളയുള്ളിയാണ്. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ തന്നെ ചേർത്ത് കൊടുക്കാം, എരിയില്ലാത്ത മുളക്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് പുളിയൊന്ന് ഇതുപോലെ വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ട് വെക്കണം. ഒരുപാട് വെള്ളത്തിലല്ല, കുറച്ച് വെള്ളത്തിൽ. എന്നിട്ട് ആ കുതിർന്ന പുളി നമുക്കിതിലേക്ക് കുരുവില്ലാതെയാണ് ചേർത്ത് കൊടുക്കാം. കുരുവില്ലാതെ, തൊണ്ടൊന്നും ഇല്ലാതെ വേണം നമ്മളിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ചെറിയ മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. ഈ സമയത്ത് നിങ്ങൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ മറന്നു പോയതുകൊണ്ട് ഇതാ ഒന്ന് ഇപ്പോഴാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നല്ല പുളിയുള്ള ചട്നിയാണ് നമ്മുടെ മുളക് ബജിയുടെ കൂടെ നല്ലത്. ബജിയുടെ മാവിലും നമ്മൾ എരി ചേർക്കുന്നുണ്ടല്ലോ. അപ്പം എരിയുള്ള മുളക് ബജി നല്ല പുളിയുള്ള ചട്നിയിലുമൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ അരച്ച് കൊണ്ടുവന്നതിന് ശേഷം നമുക്കിതിലേക്ക് ലൂസാക്കാനായിട്ട് ഒന്നെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പുളിവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളി നോക്കിയിട്ട് ആവശ്യത്തിന് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചൂടോടെയുള്ള എണ്ണ ചേർത്ത് കൊടുക്കണം. നമ്മുടെ മുളക് ബജി വറുക്കാനായിട്ട് ചൂടാക്കിയ എണ്ണയിൽ നിന്ന് 1-2 ടേബിൾ സ്പൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ലൂസാക്കി എടുക്കാം. കറക്റ്റ് ഒരു പഴയ നൊസ്റ്റാൾജിയ തരുന്ന ടേസ്റ്റൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ചട്നിക്ക്. നമ്മളിത് വെറുതെ കഴിച്ച് നോക്കിയാൽ ആ ടേസ്റ്റ് തോന്നുന്നില്ല. മുളക് ബജി മുക്കി കഴിക്കുമ്പോൾ പണ്ട് നമ്മൾ കഴിച്ചിരുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഉത്സവ പറമ്പിലൊക്കെ കിട്ടിയിരുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് ബജി വറുത്തെടുക്കാം. വറുക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് വേണം നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാനായിട്ട്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മളിതിൻ്റെ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നമ്മുടെ ബാറ്ററിന് കറക്റ്റ് ഉപ്പ് ഉണ്ടാവണം, ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഓരോ മുളകായിട്ട് ഇതിൽ മുക്കി പൊരിച്ചെടുക്കാം. അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന ബൗൾ ഇതുപോലെ കുഴിവുള്ളതല്ല എന്നുണ്ടെങ്കിൽ ഈ ബാറ്റർ ഒരു ഗ്ലാസ്സിൽ, കുഴിവുള്ള ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുക്കി പൊരിക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഇതുപോലെ കോട്ടായിട്ടിരിക്കണം നമ്മളിത് മുക്കിയെടുക്കുമ്പം. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം വേണം നമ്മളിത് മുക്കി വറുത്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ എണ്ണയിൽ മുങ്ങിക്കിടക്കുന്ന പാകത്തിന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് റൗണ്ട് ഷേപ്പിനൊക്കെ കിട്ടും. അപ്പോൾ ഒത്തിരി എണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് പൊങ്ങി വരാനുള്ളൊരു സ്ഥലം കിട്ടില്ല. അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് എണ്ണ ഇതിന് വേണ്ടിയിട്ട് എടുക്കണ്ടെന്നുണ്ടെങ്കിൽ ഈ മുളക് നടുവത്ത് വെച്ചിട്ട് നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെ കീറിയെടുക്കാം, തണ്ട് ഉൾപ്പെടെ. എന്നിട്ട് നമുക്കിത് ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇത് ഒരു മുളക് തന്നെ 2ആയിട്ട് മുറിച്ചതാണ്. ഈ രണ്ടും ഒരു മുളകിൻ്റെ പീസ് തന്നെയാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നല്ലൊരു മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡും കൂടി ഒന്ന് വറുത്ത് ഇത് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ പുതിയ റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.